ചാടിക്കാൻ എന്നിട്ട് നമുക്ക് നോക്കാം. ടെൻഷനാണ് പ്രധാനം കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ടെൻഷൻ അങ്ങ് മാറും. പിന്നെ വരത്തില്ല ജീവിതത്തില്. ആ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. ടെൻഷനിൽ എന്തിൽ നിന്നുണ്ടാകുന്ന ടീച്ചറെ? പേടിയിൽ നിന്ന്. പേടി ആരുണ്ടാക്കുന്നത്? നമ്മള് തന്നെ. നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന പേടീനെ. മനസ്സിലായോ? ആ, നമ്മളെന്തിനാ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് മാത്രമല്ല, ഡ്രൈവിംഗ് മാത്രമല്ല, എന്റെ ജീവിതമേ മൊത്തത്തിലേ ടെൻഷന്റെ ആളാ ഞാൻ. എന്തിന് ടെൻഷൻ അടിക്കുന്ന? ഇനിയിപ്പം ടീച്ചറിന് പേടിയാ കാണത്തില്ല നമ്മളുമായിട്ട് കൂട്ടുകൂടിയപ്പോ തന്നെ. ഉറപ്പ് വരുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാ ദിവസവും എന്റെ പണി നിങ്ങളുടെ റീൽസ് കാണലാണ്. അപ്പൊ എന്റെ മോൻ എന്നെ കളിയാക്കും. എന്നോട് പറഞ്ഞു, അമ്മ റേഖാനായിരിക്കില്ലയോ? ഞാൻ പറഞ്ഞു ആണടാ. അന്ന് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇത് നോക്കി പകുതിയൊക്കെ പഠിച്ചടാ എന്ന് പറയേ. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് സത്യത്തിൽ പ്രശ്നമൊന്നുമില്ല, അമ്മ ടെൻഷൻ കളഞ്ഞൊന്ന് വണ്ടി എടുക്കാമോ എന്ന് ചോദിക്കുവേ. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല. മോൻ എന്റെ കൂടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മുടെ കയ്യില് ഇതിന്റെ നിയന്ത്രണം മുഴുവൻ അറിയാം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇത്. ഇപ്പൊ ഒരു പരിചയമില്ലാത്തവൻ വരുമ്പോ നമ്മൾ അലർട്ടായി നിൽക്കുന്നില്ലേ? അത്രേ ഉള്ളൂ. എതിരെ നമുക്ക് തടസ്സമായിട്ട് തോന്നുന്ന ഒരു സാധനം വരുമ്പോ നമ്മളൊന്ന് അലർട്ടായാൽ മതി. ഇവിടെ അതേൽ നോക്കാതെ നമ്മുടെ സ്ഥലം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടോ, നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. അല്ലെ നമ്മുടെ വേഗത കുറച്ചേക്ക്. അപ്പൊ കുറച്ചുകൂടെ ടെൻഷൻ കുറയും. നമ്മൾ പതിയാണ് അവിടെ ചെല്ലുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പേടി വരത്തില്ല. ആ വേഗത അങ്ങ് കൺട്രോൾ ചെയ്തേക്കണം. പിന്നെ ഈ സ്കൂളിൽ എടുത്തോണ്ട് പോകാത്തൊരു ഉദ്ദേശം, ഞാൻ ഈ ഇറങ്ങുന്നത് പാഞ്ഞു പറിച്ചുള്ള ഒരു ഇറക്കമായിരിക്കും. അന്നേരം എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, ഈ വണ്ടിയിലൊന്നും പോകണ്ട, അല്ലല്ല സ്കൂൾ വരെ പോകാം. പോയിട്ട് സ്കൂൾ വരെ അല്ല, നമുക്ക് വേണം കോയമ്പത്തൂർ വരെ പോയേക്കാം. എങ്ങോട്ടാണ് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഈ ഭാഗമൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ കൊച്ചു സ്കൂളാ, LP സ്കൂളാണ്. നമുക്ക് മാളി പോയാലോ? മോളെവിടാ? കോയമ്പത്തൂര്. പിന്നെ അത്രയൊന്നും ഓടിക്കാനുള്ള കടസൊന്നും ഇല്ലേ? ആര് പറഞ്ഞു? ഇപ്പൊ ഞങ്ങള് നോക്കിയിട്ട് ടാക്സി വണ്ടി യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഇരിക്കുന്നത് വീട്ടിൽ പോയിരിക്കാം. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങളവിടെ ഇറങ്ങിക്കോളാം. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് ഇത് എനിക്ക് പോകുമ്പോ പോയി പെട്രോൾ അടിക്കലോ, നമുക്ക് പെട്രോൾ അടിക്കണ്ടേ? പെട്രോൾ അടിക്കാതെ നമ്മള് പോരാ. നമുക്ക് നമ്മള് ബോംബെ വരെ തള്ളു വണ്ടി. എന്റെ പച്ചക്കറി വാങ്ങിക്കുന്ന കടയാ. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പച്ചക്കറി ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അപ്പം ഞാൻ പോകുന്ന വണ്ടി കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ചിരിക്കും. കാരണം ചരക്ക് വണ്ടി പോലെ എന്റെ സ്കൂട്ടർ പോകുന്നത്. എന്നോടൊപ്പം മോൻ പറയുന്നത്, അമ്മയ്ക്ക് നാണമില്ലയോ അമ്മ, കാർ വാങ്ങിച്ച് വീട്ടിൽ ഇട്ടിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കാങ്ങ്. പക്ഷെ ആ സ്കൂട്ടർ ഓടിച്ച് എവിടെ വേണമെങ്കിലും പോവാം. ഇത്രയ്ക്ക് ധൈര്യമാണ്. കാറ് ആരെങ്കിലും കൂടിയാൽ മതി. മോൻ അവധിയുള്ള ദിവസം ഞാൻ പറയാൻ വരുന്നോടാ, ഞാൻ വരുന്നത്, അന്ന് കാർ എടുത്തുണ്ടോ. മോളാണെങ്കിലും മോള് വരട്ടെ, നിങ്ങളെ കൊണ്ട് ഒന്ന് കൈ തെളിയിപ്പിക്കണം. കൺട്രോൾ ചെയ്തപ്പോ തന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞു. ശരിയല്ലേ? ഇനി പുറകിൽ നിന്ന് ഭയങ്കര ഹോണടിയെല്ലാം കാണും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയോ ചെയ്യരുത്. ആ കാര്യം മൈൻഡ് ചെയ്യാതിരുന്ന ചായ അപ്പൊ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ പോയി. അടിക്കുന്നവരടിച്ചിട്ട് പോട്ടെ, നമുക്ക് സ്ഥലമുള്ളപ്പോ നമ്മള് ഒതുക്കി കൊടുക്കും. ഇത് നമ്മളെല്ലാരും ടാക്സി ഇറക്കുന്ന റോഡാണ്. നമ്മൾ ഈ റോഡിൽ ഇറങ്ങിയ ചെറിയ ഗുണ്ടായുസം നമ്മുടെ മനസ്സിൽ വേണം. അല്ലാതെ നമുക്ക് ഇങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇവിടെ രാവിലെ നമ്മളിവിടെ നിൽക്കണം. അപ്പൊ സിഗ്നലുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം റൈറ്റ് ശ്രദ്ധിച്ചോണം. നിൽക്കുന്നതിന്റെ അല്ല, എനിക്കുണ്ടല്ലോ ആ സമയത്ത് എന്റെ ഒരു വിചാരം, ഒരു വണ്ടി വന്നുണ്ട്, ഇനി നോക്ക് ആ സൈഡ് ഫ്രീ ആവുമ്പോ പകുതി ഇറങ്ങി കണ്ട. ആക്സിലേറ്റർ വേണ്ട, ആക്സിലേറ്റർ കൊടുക്കരുത്. വളഞ്ഞു വണ്ടി നേരെ വന്നതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്നു എന്ന് തോന്നിയാൽ മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. അപ്പൊ വണ്ടി കൺട്രോൾ ആവും, ടെൻഷൻ തോന്നില്ല. മേഡം എന്ത് ചെയ്യുന്നത് മനസ്സിലായി? റൈറ്റ് തിരിച്ചു വെച്ചിട്ട് ആക്സിലേറ്റർ ഇട്ട് ചവിട്ടി ഓട്ടും. അങ്ങനെ ചെയ്യരുത്. പോണത് അത്രയും സ്പീഡിൽ മേഡത്തിന് നേരെയാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഫസ്റ്റിലത്തെ വളവിൽ തന്നെ നമുക്ക് മനസ്സിലായത് അതാണ്. നേരത്തെ മേഡം ചെയ്ത് തിരിച്ചു വെച്ചിട്ട് ഒറ്റ ചവിട്ട് ആക്സിലേറ്റർ. അങ്ങനെ ചെയ്യരുത്. നമ്മള് വളഞ്ഞ് വണ്ടി നേരെ വരുന്നവരെ ബ്രേക്കിൽ തന്നെ കാല് വെച്ചോ. വണ്ടിക്ക് ചെറിയൊരു മൂവിങ് കാണും. ആ മൂവിങ്ങില് തിരിക്കുക, നേരെയാക്കുക. ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ച് ഡ്രൈവിലിട്ടാല് വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടേ, ആ മൂവ്മെന്റ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ അതിനെ പറ്റി.
ഒരു വഴിക്ക് ആക്കിത്തരാം പോരെ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞില്ലേ മേഡത്തിന് ഒരു വഴിക്ക് ആക്കിത്തരാം. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ വീട്ടിൽ ഇരിക്കായിരുന്നു. മമ്മി ഇതിന് പറഞ്ഞത് ഞങ്ങള് പോയതില് അല്ലേ ഞാൻ നോക്കിട്ട് ഏറ്റവും എളുപ്പം വഴി നിങ്ങളുടെയാണ്. വണ്ടി കയറ്റിയിടാനും ഇറക്കാനും എല്ലാം ഏറ്റവും എളുപ്പം മേഡത്തിന്റെ വഴിയാണ്. അത് ഈ സ്കൂളിൽ ഇപ്പൊ ഞാൻ പോകുന്ന സ്കൂളിൽ കാണാമല്ലോ. സ്കൂളാണെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ നല്ല ഇച്ചിരി വിസ്താരമായ സ്ഥലം കിടക്കാം. പക്ഷേങ്കില് വേറെ ഒരിടത്തോട്ടെടുത്ത് പോകാൻ പേടിയാണ്. ഈ രണ്ടിടവും ഞാൻ ഒരു പണി ചെയ്യാം, വണ്ടി എടുത്ത് നേരെ ആലപ്പുഴയ്ക്ക് വിടാം. ആ ടൗണിലൊക്കെ പോയി ഒരു സമ്മർസം അടിച്ചു വരാം. അത് തന്നെ. ആ ഇടുങ്ങിയ റോഡില്ല, ഏതാ ഇടുങ്ങിയ റോഡില്ല ശമ്പ, മറ്റേ നമ്മള് ഇന്നലെ ഒരു മേഡത്തിന് പാലം കയറ്റിയില്ലേ കുത്തിനുള്ള. അതുപോലെ വേറൊരു പേടി എന്താണെന്നറിയാം, നമ്മുടെ അതിൽ എന്തുവഴി പോയാലും റെയിൽവേ ക്രോസ് ഉണ്ട്. എങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കായംകുളത്ത് പോകണമെങ്കിൽ ഏത് റോഡിൽ പോയാലും റെയിൽവേ ക്രോസ്. അപ്പൊ ആ ക്രോസ് വണ്ടി എടുക്കാൻ ഭയങ്കര പേടിയാണ്. അത് അതല്ല, മറ്റേ വണ്ടി നിർത്താൻ കാരണം അതാ കേട്ടോ. വണ്ടി എങ്ങനെ എടുത്താലും വണ്ടി ബാക്കിലോട്ട് ഉരുളും. ഈ വണ്ടി ഉരുളുവോ? ഉരുളാതിരുന്നാ പോരെ, അത് ഞാൻ മാറ്റിത്തരാം. അപ്പൊ അത് അങ്ങനെ. മറ്റേത് പുള്ളി ജോലിയിലിരുന്ന സമയത്ത് എനിക്ക് ആ വണ്ടി ഓടിച്ചേ പറ്റത്തുള്ളായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ സ്കൂളിൽ ഇവിടെ. ആക്സിലേറ്റർ ഒരു കാരണവശാലും കൊടുക്കരുത്, നേരെ ആക്കിയതിനു ശേഷം ആക്സിലേറ്റർ കൊടുക്കണം. വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും കണ്ട. കാല് ബ്രേക്കിന് മേലെ കീപ്പ് ചെയ്തോ. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ വണ്ടി ഉരുളത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തൻ നമുക്കെതിരെ വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടേ ചെല്ലാവുള്ളൂ. റോങ് സൈഡിൽ കൂടെ ഒരാൾ വരും, ഇത് പ്രതീക്ഷിച്ചോണം. അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി വരുന്നുണ്ട്, ഇത് മനസ്സിൽ വച്ചോണ്ടേ കയറി ചെല്ലാവുള്ളൂ അങ്ങോട്ട്. അപ്പൊ ബ്രേക്കിൽ കാലുണ്ടാവും, നമ്മൾ അത് തന്നെ ചവിട്ടും. അല്ല ഫ്രീ ആണെന്ന് കരുതി കയറി ചെന്നാൽ അത് അപകടമാണ്. എപ്പോഴും വേണ്ട. ഈ വളവിൽ ഞാൻ ഒരു വണ്ടിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അലർട്ടായിട്ടായിരിക്കുന്നത്. മാഡം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ വണ്ടിയിൽ ചെയ്യണം. ഇതാണ് സ്കൂള്. ഗേറ്റ് തുറന്നല്ലോ. ആള് വന്നോ? ആ, ഞാൻ എന്നെ വിളിച്ചായിരുന്നു. വൈകിട്ട് താക്കോൽ അമ്മച്ചിനെ കൊടുത്തേക്ക്. കുഞ്ഞെ കണ്ട് നിന്നതാ. ഈ സംസാരത്തിനിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. ചിലപ്പോ അറിയാ കാലെടുക്കും, വണ്ടി പോവും. അങ്ങനെ പോവാതിരിക്കാൻ നിർത്തിയാൽ ഉടൻ ന്യൂട്രലാക്കിക്കോണം. എന്തെങ്കിലും ആവശ്യത്തിന് നിർത്തിയാൽ ഉടനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടോണം. അപ്പൊ വണ്ടി സേഫായി. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഞാൻ സംസാരിച്ചോണ്ടിരുന്നോണ്ടാ പറയാ. ഞാന് അമ്മ പറഞ്ഞ എന്നോട് രഹസ്യമായിട്ട് കറോട്ടെല്ലാം അറിയാന്ന് പറഞ്ഞു. എനിക്കോ? സത്യമായിട്ട് പറഞ്ഞു. പ്രതീക്ഷിച്ചോണം. കാല് ബ്രേക്കിലൊന്നും ചെയ്യും. എന്നിട്ട് നോക്കി തിരിഞ്ഞു പോവാ. ടൈം എടുത്ത് വന്നാൽ മതി. നമുക്ക് ഒരു ധൃതിയില്ല. ശരിയല്ല? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ വണ്ടി വരുന്നുണ്ട് കൃത്യമായിട്ട്. അഥവാ ആരെങ്കിലും വന്നാലും നമുക്ക് ഇതിനെ നിയന്ത്രിക്കാം. പുള്ളിക്കാരി നല്ല തമാശ അല്ലേ? ക്യാമറയുടെ അമ്മച്ചിയെ മുന്നിൽ പോയി ചീത്ത പറയൂ.